കോർണറിലെത്തി. അത്യാവശ്യം തിരക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാറിന് നല്ല തിരക്കായിരുന്നു, പാലത്തിൻ്റെ മോള് വരെ തിരക്കായിരുന്നു കാറുകാർക്ക്. പക്ഷേ ട്രക്കിന് അത്രയും തിരക്കില്ല. ഒരുവിധം എല്ലാ കൗണ്ടറും ഓപ്പണാണ്. എല്ലാ കൗണ്ടറിലും ഒരു 3-4 ട്രക്ക് വെച്ചുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ 2 ട്രക്കും കൂടെ ഉണ്ട്. ഒന്ന് കൗണ്ടറിലും ഒന്ന് നമ്മുടെ മുമ്പിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങേയറ്റത്തെ 3ാമത്തെ ലൈനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഏകദേശം ഒരു 3-3.5 മണിക്കൂറാണ് ഓടി. നമ്മൾ I-90 ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മളവിടെ റെസ്റ്റ് ഏരിയയിലൊന്ന് വാഷ്റൂമിൽ പോകാനൊക്കെ നിർത്തിയാണ്. നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് റെസ്റ്റ് ഏരിയേൻ്റെ പാർക്കിങ് വരുന്നത്. ഇതെന്ന് പറഞ്ഞപ്പം ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത മോഡൽ പാർക്കിങ്ങാണ്. കാരണം അങ്ങോട്ട് കയറുന്ന വഴിക്ക് 2 സൈഡിലായിട്ടാണ് ട്രക്ക് പാർക്കിംഗ് വരുന്നത്. പുറകിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പുറകിൽ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ട്രക്ക് പാരലൽ പാർക്കിംഗ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ പിന്നെ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ മൊത്തത്തിൽ പാടായിരിക്കും. പിന്നെ എടുത്തുകൊണ്ട് പോകാൻ നേരത്തും കുറച്ച് കോംപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതേപോലെയുള്ള പാർക്കിംഗ് തീരെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനമാണ്. പിന്നെ ഈ സൈഡിൽ കൂടെ പോകുന്നതാണ് നമ്മുടെ 90 ഹൈവേ. അപ്പം ഇത് ഇനിയിപ്പോൾ ഒരു 130 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ എക്സിറ്റ് അടിക്കണം. എന്നിട്ട് അകത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ കമ്പനി വരുന്നത്. എന്തായാലും വലിയ കുഴപ്പമില്ല. നമുക്ക് ആദ്യം അവിടെ പോയി നോക്കാം. അവിടെ അവർ അൺലോഡ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് നേരെ ട്രക്ക് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും പോയി കിടന്നിറങ്ങാം. ഇപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. A few moments later. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലെത്തി. നമ്മൾ സെക്യൂരിറ്റീൻ്റെ അടുത്ത് ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ റിസീവിങ് ഓഫീസിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു അൺലോഡ് ചെയ്യുന്നു. പക്ഷേ റിസീവിങ് ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ പുള്ളിക്കാരനും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ തിരിച്ച് ചെന്ന് അവരോട് ചോദിച്ചു, പുള്ളിക്കാരനോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു മിക്കവാറും ഫുള്ളായിട്ട് ഷട്ട് ഡൗൺ ആണ് കമ്പനി. ഞാൻ റിസീവിങ്ങിൽ ആളുണ്ടാവുമെന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചത്. അപ്പോൾ അവിടെ ആരുമില്ല. അപ്പോൾ നീ നാളെ രാവിലെ 6 മണിക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു നോക്കാൻ പറഞ്ഞുകൊണ്ട് എനിക്കൊരു നമ്പർ എഴുതി തന്നു. എന്തായാലും നമുക്ക് 7 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ പിന്നെ 7 മണിക്ക് വന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി ഇവിടെ ഇങ്ങനെയാണ്. നമ്മൾ ഈ അധികം റൂമില്ല നമുക്ക് തിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇനി അവിടെ പോയിട്ട് അവിടെ കുറച്ച് എക്സ്ട്രാ റൂം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ യൂ ടേൺ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 11 മിനിറ്റ് അപ്പുറത്ത് ഒരു ലൗസ് ഉണ്ട്. അവിടെ പോയി നോക്കാം. അവിടെ പാർക്കിംഗ് കിട്ടിയാൽ അവിടെ കിടക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്, അവിടെ കിടക്കാം. അവിടെയും കിട്ടിയില്ലെങ്കിൽ ഇപ്പുറത്ത് വന്നിട്ട് ഒരു ക്വിക്ക് ട്രിപ്പ് ഉണ്ട്, അവിടെ വന്ന് കിടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സമയം ബാക്കിയാണ്. ഇവിടെ എന്തായാലും 5:30 ആവുന്നേ ഉള്ളൂ. നമുക്ക് നാളെ 7 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് താനും. അപ്പോൾ നമുക്ക് നേരെ വന്നാൽ ഇവിടെ നിന്ന് യൂ ടേൺ അടിച്ചിട്ട് വിടാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആ ലൗസിൽ വന്നു. വലിയ കുഴപ്പമില്ല. ഞാൻ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. എന്നാലും പാർക്കിംഗ് ആവശ്യത്തിലേറെ ഉണ്ടായിരുന്നു. നമുക്ക് വന്നപ്പോൾ തന്നെ നല്ലൊരിടത്ത് തന്നെ പാർക്കിംഗ് കിട്ടി. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിന് ഓൾറെഡി വണ്ടി ഇട്ടു. അപ്പം എല്ലാം സെറ്റായി. ഇപ്പം നമ്മളിവിടെ ഒരു 5:30 ആയപ്പോഴത്തേനും നമ്മുടെ ടൈം റീസെറ്റായി. 5:30 ആയപ്പോഴത്തേനും നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തു. അപ്പം നമ്മൾ ഒരു രാവിലെ 3:30 ആകുമ്പോഴത്തെ ടൈം റീസെറ്റ് ആവും. ഇവിടുന്ന് ആകെ ഒരു 15 മിനിറ്റത്തെ ഓട്ടേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഡെലിവറി ലൊക്കേഷനിലോട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 6:30 കഴിഞ്ഞപ്പോൾ പോയാൽ മതി. അപ്പോൾ ഒരു 6:15 സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും നല്ല സമയമുണ്ട്. അപ്പം ഇതാണ്
നമ്മൾ കിടക്കുന്ന ലൗസ്. അപ്പം ഇതിൻ്റെ ഈ പുറകിലൊക്കെ ആണെങ്കിൽ ഇനിയും കുറേ പാർക്കിംഗ് ഉണ്ട്, ഇവിടെയും പാർക്കിംഗ് ഉണ്ട്, ഇവിടെയും കുറച്ച് പാർക്കിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സൈഡിലാണ്. അപ്പം അത്യാവശ്യം ഇനിയും പാർക്കിംഗ് ബാക്കിയുണ്ട്. അപ്പം മിക്കവാറും സൺഡേ ആയതുകൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ പാർക്ക് കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഈ സമയമൊക്കെ ആകുമ്പോഴേ തന്നെ ലൗസ് മൊത്തത്തിൽ ഫുള്ളാവുന്നതാണ്. അപ്പം എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുക, എന്തെങ്കിലും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക, കുറച്ച് ലേറ്റായിട്ട് കിടക്കാം. എന്നിട്ട് നാളെ രാവിലെ എണീറ്റിട്ട് നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം അത്രയേ ഉള്ളൂ. ബാക്കി നമുക്കിനി നാളെ രാവിലെ കാണാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടു. ഇനിയിപ്പം പയ്യെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് പോയ സമയത്ത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഫ്രഷ്കോയിൽ നമ്മൾ ഫ്രോസൺ മറ്റേ ഒക്ടോപ്പസ് ഇരിക്കുന്നുണ്ട്. മറ്റേ ഇതില്ല, നീരാളി ഇല്ല, മലയാളത്തിൽ പറഞ്ഞാൽ നീരാളി. അപ്പോൾ നീരാളി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പീസ് ഫ്രോസൺ ആയിട്ടുള്ളത്. അപ്പം ഞാൻ അത് മേടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ അത് റോസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതും പിന്നെ നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ചപ്പാത്തി ഉണ്ടാക്കി. മീൻസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള പരത്തിയ സാധനം കിട്ടും. അത് ജസ്റ്റ് നമ്മുടെ സ്റ്റൗവിൻ്റെ അകത്ത് വെച്ച് ചുട്ടെടുത്തു. അപ്പം നമ്മൾ 3 ചപ്പാത്തിയും നമ്മൾ ഒക്ടോപ്പസിൻ്റെ റോസ്റ്റുമാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. അപ്പം ഇതാണത്, 3 ചപ്പാത്തി നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതാണ് ഒക്ടോപ്പസിൻ്റെ റോസ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഒക്ടോപ്പസിൻ്റെ റോസ്റ്റ് കഴിക്കുന്നത്. അതാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ നാടൻ കുറച്ച് മസാലകളൊക്കെ ചേർത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. ഈവൻ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാൻ നമുക്ക് കുറച്ച് പാടായിരിക്കും. മീൻസ് അതിൻ്റെ ആ കയ്യിലൊക്കെയുള്ള ആ കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ച് പാടായിരിക്കും കണ്ടു കഴിയുമ്പം. പക്ഷേ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് വരുന്നതിൻ്റെ. ഞാൻ ഇന്നലെ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് രണ്ടും കഴിക്കണം. എന്നിട്ട് ഇവിടെ ഇപ്പോൾ ഓൾറെഡി 8 മണിയായി. എന്നിട്ട് നമുക്ക് നേരത്തെ കിടക്കാം. അതാകുമ്പോൾ നമുക്കൊരു 8-10 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ഉറങ്ങാനുള്ള സമയം കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്കിനി നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു. ഇതിപ്പോൾ നമ്മുടെ വീക്കിൻ്റെ 2ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഡെലിവറി ലൊക്കേഷനിൽ നിന്ന് ഒരു 11-15 മിനിറ്റിന് ദൂരത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് 7 മണി തൊട്ട് 3 മണി വരെയാണ് ഡെലിവറി ടൈം വരുന്നത്. ഞാൻ വിചാരിച്ചു രാവിലെ അങ്ങ് പോയേക്കാം, പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടേൺ ലോഡ് ഏതാണെന്ന് നോക്കാമല്ലോ. അപ്പം നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 4:45-5 മണി ആയപ്പോൾ എണീറ്റു. നമ്മൾ നേരത്തെ കണ്ട പോലെ പോയി കുളിച്ച് ഫ്രഷായി ഒരു ചായയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പം നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഏത്തപ്പഴമാണ്. നമ്മൾ കേരള കടയിൽ പോയി നമ്മൾ ഈ ആഴ്ച കേരള കടയിൽ പോയ സമയത്ത് അവിടെ ഏത്തപ്പഴം ഇരിക്കുന്ന കണ്ടു. അതൊന്നും എടുത്തുകൊണ്ട് വന്നു. അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇത് ഏത്തപ്പഴം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ സാധനമല്ല, ഇത് വേറെ എന്താണ്. പക്ഷേ ഏത്തപ്പഴമാണ്. അപ്പം അതൊക്കെ കഴിച്ചിട്ട് നമുക്കങ്ങ് പോവാം. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ എത്ര നേരം എടുക്കുമെന്ന് അറിയില്ല. ഞാൻ പിന്നെ ഞാൻ ഇന്നലെ രാത്രിയിൽ പേപ്പർ ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് സാധനം നമ്മുടെ ലോഡിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം $120,000 അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഏകദേശം നാട്ടിൽ 60-70 ലക്ഷം രൂപേൻ്റെ സാധനം നമ്മുടെ ട്രെയിലറിൻ്റെ അകത്ത്.
അപ്പം എന്തായാലും അവർ സീലും ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഒരു എക്സ്ട്രാ സീലും ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ നിന്ന് കുളിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മുടെ തന്നെ ഒരു ട്രക്ക് അപ്പുറത്ത് കിടപ്പുണ്ട്. ട്രക്ക് ഏതാണെന്ന് കണ്ടില്ല, പുറകെ തിരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിലർ ഞാൻ കണ്ടു. അപ്പോൾ അപ്പുറത്ത് നമ്മുടെ തന്നെ ഒരു ഡ്രൈവറും കൂടെ കിടപ്പുണ്ട്. ഇവിടെ തന്നെ വേറൊരു കമ്പനിയും കൂടെ വരുന്നുണ്ട്, ചിലപ്പോൾ അങ്ങോട്ട് വന്നായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ കഴിഞ്ഞായിരുന്നു, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ എടുത്തുള്ളൂ. അപ്പോൾ അവർ പേപ്പറൊക്കെ തന്നു. അവർ പേപ്പറൊക്കെ ഒപ്പിട്ട് തന്നു, POD. അപ്പോൾ ഇതെല്ലാം നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ കമ്പനിയോട് ചോദിച്ചു കഴിഞ്ഞപ്പം അവർ പറയുന്നത് ഇതുവരെ റിട്ടേൺ ലോഡൊന്നും സെറ്റായിട്ടില്ലെന്നാണ് പറയുന്നത്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ഓടി നമ്മൾ ഇന്നലെ കിടന്ന ആ ലൗസിൽ തന്നെ വന്നെത്തി. അപ്പോൾ അവിടെ നമ്മളൊരു പാർക്കിങ്ങിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പുറകിലായിട്ടുള്ള പാർക്കിങ്ങിലായിട്ട് അപ്പോൾ നമുക്കൊന്ന് ട്രെയിലർ ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്ത് നമ്മൾ ഇന്നലെ കൊണ്ടുപോയിട്ട് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത എന്താണ് അവർ തീരുമാനം പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ തന്നെ മറ്റേ ട്രക്ക് ഓൾറെഡി ഇവിടുന്ന് പോയി, പക്ഷേ പുള്ളിക്കാരൻ അവിടെ വന്നിട്ടില്ല. അപ്പോൾ മിക്കവാറും ഞാൻ ഉദ്ദേശിച്ച ആ വേറൊരു കമ്പനിയിലായിരിക്കും മിക്കവാറും ഡെലിവറിക്ക് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും പെട്ടെന്ന് പോയി ഒന്ന് ട്രെയിലർ ക്ലീൻ ആക്കട്ടെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ അല്ല, ഇന്നിപ്പോൾ നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആ ലൗസിൽ തന്നെ. ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അവർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് ലോഡ് സെറ്റാക്കിയിട്ട് മെസ്സേജ് അയക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ 20 മിനിറ്റായി. എന്തായാലും നമുക്ക് നോക്കാം. ആക്ച്വലി ഇവിടുന്ന് ഇനി ബോർഡറിലോട്ട് അരമണിക്കൂർ ദൂരമേ ഉള്ളൂ, നമ്മുടെ ഫോർട്ട് നയാഗ്ര ബോർഡറിലോട്ട്. അപ്പം അറിയില്ല ഇനിയിപ്പോൾ എന്താണ് അവരുടെ പ്ലാൻ എന്ന്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് നമുക്കൊരു സീരിയസ് കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വിഷമമുള്ള കാര്യമാണ്, അതിങ്ങനെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ നമ്മളിങ്ങനെ നേരത്തെ ഇവിടെ വന്ന് കിടക്കുമായിരുന്നല്ലോ. അപ്പം നമ്മുടെ ഒരു സീനിയർ, നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്ന് വെച്ചാൽ നാട്ടിലെ ഞങ്ങളുടെ സീനിയറായിട്ട് ജോലി പഠിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ ഉണ്ട് ഇവിടെ, കാനഡയിൽ തന്നെ ഉള്ളതാണ്, വേറൊരു പ്രൊവിൻസിലാണ്. അപ്പം അവനും ഒരു ട്രക്ക് ഡ്രൈവറാണ്. അപ്പം അവനപ്പം ഇങ്ങനെ ഇന്നലെ വിളിച്ചപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറയായിരുന്നു അവൻ്റെ ഒരു കല്യാണം ഏകദേശം ഇങ്ങനെ സെറ്റായിട്ട് വന്നായിരുന്നു. അപ്പോൾ പിന്നെ പെണ്ണിൻ്റെ പപ്പേൻ്റെ ഒരു ആങ്ങളെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങനെ പുള്ളിക്കാരൻ പറയുന്ന ട്രക്ക് ഡ്രൈവറല്ലേ, അതിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് ആ കല്യാണം ഒഴിഞ്ഞു എന്ന് അവനിങ്ങനെ പറഞ്ഞു. അപ്പം അവനിങ്ങനെ കല്യാണം ഒഴിഞ്ഞതിലുള്ള സങ്കടമല്ല, അവന് ഈ റീസണിലാണ് അവനിങ്ങനെ ഒരു സങ്കടം വരുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തെ ഈ ട്രക്ക് ഡ്രൈവിങ് എല്ലാവരും ഇപ്പം ഒരു നമ്മുടെ നാട്ടിലുള്ളവർ ഇപ്പം ഒരു എല്ലാവർക്കും ഒരു ഐഡിയ മാറി വരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ഉണ്ട് ആൾക്കാർ ഇവിടെ കാനഡയിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ട്രക്ക് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നവർ പോയി ചെയ്യുന്ന പണിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരും അല്ല, കുറേ പേരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അവർക്ക് ഒരു വേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ അവൻ്റെ ആ കല്യാണം മുടങ്ങിയതോ അങ്ങനെയുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ്. ഇപ്പോൾ ആർക്കും ഒരു
ഇങ്ങനെ ആൾക്കാരിങ്ങനെ പലരും ഇങ്ങനെ പല പല വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇവിടുത്തെ ട്രക്ക് ലൈഫ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അറിഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെ പലരും ഇങ്ങനെ അറിഞ്ഞ് വരുന്നുണ്ട്. എന്നാലും ഇപ്പോഴും കുറേ പേരുണ്ട് ഒരു പഴയ ചിന്താഗതിയായിട്ടിരിക്കുന്നവർ. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ വർക്കിനും അതിൻ്റെ റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പം ഞാനാണേലും അവനാണേലും ഈ ട്രക്ക് ഡ്രൈവിങ്ങിലോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡ്രൈവിങ്ങിനോടുള്ള പാഷൻ്റെ പുറത്താണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ നാട്ടിൽ മറ്റേ മെക്കാനിക്കൽ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് കഴിഞ്ഞവരാണ്. ഞങ്ങൾ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇവിടെ വന്നിട്ട് ഞാൻ അതിൻ്റെ അഡ്വാൻസ് ഡിപ്ലോമ എടുത്തിട്ടുള്ളതാണ്. എനിക്കിപ്പോൾ വേണേലും റിസൈൻ കൊടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവനാണേലും റിസൈൻ കൊടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർലി $30 അല്ലെങ്കിൽ $35 പണി ടൂൾ ആൻഡ് ഡൈ മേക്കിങ്ങിൽ തന്നെ പണി കിട്ടുന്ന പല ഓപ്ഷനുകളും ഉണ്ട്. എന്നിട്ടും ഞങ്ങളുടെ ഒരു പാഷൻ ഫോളോ ചെയ്തിട്ട് ഞങ്ങൾ ഈ ട്രക്കിങ്ങിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവർ അതിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വരുമാനവും കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. ഞങ്ങളുടെ ഒരു ഓൾ ലൈഫ് ഇങ്ങനെ മാറ്റിമറിക്കുന്നത് ഈ ട്രക്കിൽ നിന്നാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് തിരിച്ച് പോകുന്ന കാര്യമൊന്നുമല്ല. നമ്മളിപ്പം പോകുമ്പോൾ ഒരു 100-150 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമുക്ക് ഈ ട്രക്കും കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടി തന്നെ ഞങ്ങൾ രണ്ട് മാസം ഇത് പഠിച്ച് റോട്ടിൽ കൂടെ ഓടിക്കാൻ പഠിച്ച് അതിൻ്റെ പല എക്സാമുകളും പാസ്സായിട്ട് തന്നെയാണ് ഞങ്ങളിവിടെ വരുന്നത്. ഞങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷനും അതിന് പുറമെ ഞങ്ങൾ വേറെ എക്സ്ട്രാ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഈ ട്രക്കിനുള്ളിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഞങ്ങൾക്ക് നാട്ടിലത്തെ ഒരു ലൈഫ് സ്റ്റൈലേ അല്ല ഇവിടുത്തെ സിസ്റ്റമേ വേറെയാണ്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് കൂടാണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പേ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഏകദേശം ഒരു ഡോക്ടറോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സോ ജോലി ചെയ്യുന്നതിനേക്കാളും കൂടുതലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എനിക്കറിയാവുന്ന നമ്മുടെ മലയാളി ചേട്ടന്മാർ തന്നെയുണ്ട്. ഏകദേശം ഒരു മന്ത്ലി 6-7-8 ലക്ഷം വരെ മന്ത്ലി ഉണ്ടാക്കുന്നവരെ എനിക്കറിയാമുണ്ട്, നമ്മുടെ മലയാളി ചേട്ടന്മാർ തന്നെ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഏണിങ്സും വരുന്ന കാര്യമാണ്. പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ പാഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവരുടെ പാഷനനുസരിച്ച് വിടുക. ഓരോ ജോലിക്കും അതിൻ്റെ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ജോലിയെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇപ്പോൾ ട്രക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര മോശമുള്ള കാര്യമൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അത് കൂടാതെ ഇപ്പം പലരും ഈ ട്രക്കിങ്ങിലോട്ട് വരാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട്. ഇപ്പം വേറെ അവന്മാർ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുന്നവർ. അവർക്ക് പക്ഷേ ഡ്രൈവിങ്ങിനോട് താല്പര്യമുണ്ട്, പക്ഷേ വരാൻ അവർക്ക് പറ്റുന്നില്ല. അവർക്ക് വീട്ടിൽ നിന്നൊന്നും അവർക്കൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. കാരണം അവർ പറയുന്നത്, വീട്ടുകാരോട് പറഞ്ഞു കഴിയുമ്പോഴത്തെ അവർ പറയുന്നത്, ഇപ്പോൾ ഉള്ള നല്ല ജോലി വിട്ടിട്ട് നീ ട്രക്ക് ഓടിക്കാനാണോ പോകുന്നത്? നിനക്ക് എന്തിൻ്റെ കാര്യമാണ്? നിനക്ക് ട്രക്ക് ഓടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പെണ്ണ് കിട്ടുമോ? കല്യാണം കഴിക്കാൻ നേരത്ത് പെണ്ണ് കിട്ടുമോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് ഡീമോട്ടിവേറ്റ് ചെയ്യാണ്. അപ്പോൾ അവർക്ക് ഒരു വീട്ടുകാരുടെ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് അവർ താല്പര്യമില്ലാത്ത പണിയാണെങ്കിൽ ഇപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കാര്യമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ എനിക്ക് ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോവാം. അതും എനിക്ക് താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് ചെറുപ്പം തൊട്ടേ എൻ്റെ വീട്ടിൽ പപ്പ, ഗ്രാൻഡ് ഫാദർ എല്ലാവരും, അങ്കിളുമാരെല്ലാവരും ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നതായതുകൊണ്ടും ഞങ്ങൾ പണ്ട് തൊട്ടേ വണ്ടിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ചെറുപ്പം തൊട്ടേ വണ്ടികളോടുള്ള ക്രേസും ഡ്രൈവിങ്ങിനോടുള്ള ക്രേസൊക്കെ കൊണ്ട് എൻ്റെ ഒരു പാഷനായിരുന്നു ഡ്രൈവിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഡ്രൈവിങ് എൻ്റെ പാഷനെ ഫോളോ ചെയ്ത് എനിക്ക് ഡ്രൈവിങ്ങിലോട്ട് വരാം, ട്രക്ക് ഡ്രൈവിങ്ങിലോട്ട് വരാം. അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എനിക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ കുറേ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ തീരുമാനം എടുത്തത് ഞാൻ എൻ്റെ പാഷനെ ഫോളോ ചെയ്ത് തന്നെ പോവാം.
ഡ്രൈവിങ്ങിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പഠിച്ചിട്ട് വേറെ സെപ്പറേറ്റ് ട്രക്ക് ഡ്രൈവിങ്ങിന് വേണ്ടി പോയി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് പാസ്സായി. അങ്ങനെയാണ് ഞാൻ ട്രക്ക് ഡ്രൈവിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ട്രക്ക് ഡ്രൈവിങ്ങിലോട്ട് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞ സമയത്ത് എൻ്റെ പപ്പയാണേലും മമ്മിയാണേലും ലൈക്ക് അവരെന്നോട് പറഞ്ഞത് നിനക്കതാണ് താല്പര്യമെങ്കിൽ നീ അത് ചെയ്തോ എന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് എൻ്റെ പാഷനും കാര്യങ്ങളെയൊക്കെ അവർ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ എൻ്റെ പപ്പയാണ് എന്നെ ആദ്യമായിട്ട് ഡ്രൈവിങ് പഠിപ്പിച്ച. ഈവൻ കാറാണേലും ബൈക്കാണേലും ഹെവി ആയിട്ട് നാട്ടിൽ ബസ് ഓടിക്കാനാണേലും എല്ലാം എൻ്റെ ആദ്യത്തെ എൻ്റെ ടീച്ചർ എന്ന് പറയുന്നത് എൻ്റെ പപ്പയാണ്. അപ്പം പപ്പയാണ് എനിക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിനക്ക് അതാണ് താല്പര്യമെങ്കിൽ അത് ചെയ്തോന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എനിക്ക് അവരുടെ ഭാഗത്തുനിന്നും കൂടെയുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ പിന്നെ ധൈര്യമായിട്ട് ഞാൻ ട്രക്ക് ഓടിക്കാൻ വേണ്ടി വന്ന് പഠിച്ച് ഞാൻ ട്രക്കിലോട്ട് കയറിയത്. അതേപോലെ എനിക്ക് എല്ലാ പേരൻസിനോടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്ക് ഡ്രൈവിങ് അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം നിങ്ങളുടെ ഒരു മകനോ മകൾക്കൊക്കെ വണ്ടി ഓടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. അവരുടെ ഫീൽഡ് ഓഫ് വർക്ക് അതാണെങ്കിൽ അത് അവർ ചെയ്യട്ടെ. ഇപ്പം ഞാനിവിടെ ഒരാഴ്ച ഞാൻ വർക്കിന് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ജോലിക്ക് വരുന്ന പോലെ ഒരു ഫീലിംഗേ ഇല്ല. ഞാൻ വരുന്നു, എൻ്റെ ഇഷ്ടത്തിന് വരുന്നു, അടിച്ചു പൊളിച്ച് പോകുന്നു, ടൈം പാസ് ചെയ്യുന്നു, കൂട്ടത്തിൽ വർക്കും അങ്ങ് നടന്നു പോകുന്നു, വീഡിയോ പിടിക്കുന്നു, വ്ളോഗ് എടുക്കുന്നു, അങ്ങനെ അങ്ങ് പോകുന്നേ ഉള്ളൂ. നമുക്കൊരു ജോലി എന്നുള്ള ഒരു കാര്യം അതിൻ്റെ അകത്ത് നമുക്ക് വരുന്നില്ല. അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട കാര്യം. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ എൻജോയ് ചെയ്യണം. അത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ അതിനൊരു ബെനിഫിറ്റായിട്ട് നമുക്ക് ബൈ വീക്കിലി നമ്മൾ ചെയ്യുന്നതിൻ്റെ പൈസ നമുക്ക് അക്കൗണ്ടിൽ നന്നായിട്ട് കിട്ടുന്നുമുണ്ട്. അതേ സ്ഥാനത്ത് ഞാനിപ്പം ഞാൻ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമായിരുന്നെങ്കിൽ മൈറ്റ് ബി ഞാൻ ഇത്രയും എൻജോയ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യില്ലായിരുന്നു. കാരണം നമ്മൾ എൻ്റെ ഒരു ലൈക്ക് അറിവ് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് പണികളല്ലാണ്ട് ട്രക്ക് ഡ്രൈവിങ് പോലെ കുറച്ച് പണികളല്ലാണ്ട് ബാക്കി ഒരുവിധം പ്രൊഫഷനെല്ലാം നമ്മൾ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പോകണം. ഒരു ഷിഫ്റ്റ് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെയുള്ള ഷിഫ്റ്റ് നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തണം, കറക്റ്റ് സമയത്ത് ബ്രേക്ക്, കറക്റ്റ് സമയത്ത് ലഞ്ച്, കറക്റ്റ് സമയത്ത് പോകണം, ടാർഗറ്റ് മീറ്റ് ചെയ്യണം. പിന്നെ ഒരാൾ നമ്മുടെ ഹെഡായിട്ടുണ്ടാവും, അയാളുടെ ഇത് കേൾക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ ഇത് കേൾക്കണം. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്ത നമുക്ക് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല, നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റുന്ന കുറച്ച് പ്രൊഫഷനിൽ മെയിനായിട്ടുള്ള ഒന്നാണ് ട്രക്ക് ഡ്രൈവിങ്. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്. കാരണം നമുക്കൊരു ട്രിപ്പ് തന്നു കഴിഞ്ഞാൽ നമ്മളാണ് തീരുമാനിക്കുന്നത് എവിടെ നിർത്തണം, എവിടെ ഉറങ്ങണം, എപ്പോൾ ഉറങ്ങണം, എവിടെ പോയി കിടക്കണം. ഈ വക കാര്യങ്ങളൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അങ്ങനെ ഒരു ഫ്രീഡം നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ ട്രക്ക് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കൂലിയൊന്നും ഇല്ലാത്തവർ ചെയ്യുന്ന പണിയല്ല. എല്ലാവരും നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവർ തന്നെ ചെയ്യുന്ന പണിയാണ്. ഇവിടുത്തെ കാനഡയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ട്രക്ക് ഡ്രൈവിങ് എനിക്കറിയാവുന്ന ചേട്ടന്മാരുണ്ട് ഇവിടെ ടൊറൻറ്റോ ഭാഗത്തൊക്കെ ഉള്ളത്. നാട്ടിൽ പൈലറ്റായി ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ഇവിടെ വന്ന് ട്രക്ക് ഓടിക്കുന്നവരുണ്ട്. നാട്ടിൽ ജഡ്ജായിട്ട് വർക്ക് ചെയ്ത ചേട്ടന്മാർ ഇവിടെ വന്നിട്ട് ട്രക്ക് ഓടിക്കുന്നവരുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഡോക്ടർമാരായിട്ട് നാട്ടിലുണ്ടായിരുന്നവർ, നേഴ്സുമാരായിട്ടുണ്ടായിരുന്നവർ, അവരെല്ലാവരും വന്നിട്ട് ഇവിടെ ട്രക്ക് ഓടിക്കുന്നുണ്ട്. ആരും അതിൻ്റെ അകത്ത് ഒരു മൈനസായിട്ട് വിചാരിക്കുന്നില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പം ഇവൻ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു, അവർ ഈ ട്രക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടായിട്ട് കണക്കാക്കുന്നവരുണ്ടായിരുന്നു. മീൻസ് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു അങ്കിളിൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ്, പുള്ളിക്കാരൻ ട്രക്ക് ഡ്രൈവറാണെന്ന് നാട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല, നാട്ടിൽ ആർക്കും അറിയത്തില്ല, ആരോടും അറിയിക്കരുത്. പുള്ളിക്കാരന് അത്യാവശ്യം നല്ല ഇൻകം വരുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ അത് ആരോടും പറയാൻ റെഡിയല്ലായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യുന്ന പണിയിൽ ഞാൻ ഭയങ്കര സംതൃപ്തനാണ്. എനിക്ക് ആരോടാണെങ്കിലും ഞാൻ ഓപ്പണായിട്ട് പറയും, ഐ ആം പ്രൗഡ് ഓഫ് ബീയിങ് എ ട്രക്ക് ഡ്രൈവർ. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, ഇതേപോലെ ഒരു ചിന്താഗതി ഞാനിപ്പം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളക്കാരുടെ ഇടയ്ക്കാണ്.
ഇവൻ ഞാൻ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഈ പഞ്ചാബിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പെണ്ണിൻ്റെ വീട്ടുകാർ ആദ്യം തന്നെ അന്വേഷിക്കുന്നത് ട്രക്ക് ഡ്രൈവർ ആണോ എന്നാണ്. ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ ഓക്കെ എന്നാണ് പറയുന്നത്. അവർക്ക് ഇതിൻ്റെ അകത്തുള്ള ഉണ്ടാകുന്ന കാര്യങ്ങളും എങ്ങനെയാണ് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലെന്നും അതിൻ്റെ അകത്ത് എത്രമാത്രം ഏണിങ്സ് ഉണ്ടാകുമെന്നും അതെല്ലാം ഒരുവിധം അവർക്കൊരു ഐഡിയ ഉണ്ട്. ഈവൻ അവിടുത്തെ പിള്ളേർ തന്നെ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ട്രക്ക് ഓടിക്കാനാണെന്ന് തന്നെ പറഞ്ഞ് വരുന്നവരുണ്ട്. ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ട്രക്ക് ലൈസൻസ് എടുത്ത് ട്രക്ക് ഓടിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെയും ചിന്താഗതിയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ജോലിക്കും അതിൻ്റേതായ റെസ്പെക്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരുടെ ജോലിയെയും റെസ്പെക്റ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ഓൾറെഡി ട്രക്ക് ഓടിക്കുന്ന ചേട്ടന്മാരോട് പറയാനുള്ള ട്രക്ക് ഡ്രൈവിങ് അത്ര നാണക്കേടുള്ള പണിയൊന്നുമല്ല. ട്രക്ക് ഓടിക്കുകയാണെങ്കിൽ ട്രക്ക് ഓടിക്കാമെന്ന് ധൈര്യമായിട്ട് പറയുക. അതിലൊരു അപമാനവും വിചാരിക്കേണ്ട ആവശ്യമില്ല, അഭിമാനമായിട്ട് അത് പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ അവനിങ്ങനെ പറയുന്ന കേട്ടപ്പോൾ എനിക്കിതിങ്ങനെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതാണ് നമ്മളിപ്പം പറഞ്ഞത്.